കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അവിടെ റിജക്ഷൻ ആവും. കാരണം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാനൊരു Q&Aയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ മെർച്ചന്റ് നേവിയുടെ ഡൗട്ട്സിനെ കുറിച്ചിട്ട്. സോ ആ ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Is sponsorship mandatory for BSc Nautical Science even if we choose a college with high placement like Tolani? സോ തൊളാനിയൊക്കെ പോലെയുള്ള പ്ലേസ്മെന്റ് ലഭിക്കുന്ന നല്ല നല്ല കോളേജസിലൊക്കെയാണ് BSc നോട്ടിക്കൽ സയൻസ് പഠിക്കാൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്പോൺസർഷിപ്പ് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നാണ് എല്ലീന ചോദിച്ചിട്ടുള്ളത്. ഒരിക്കലും അല്ല. അതായത് BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് തൊളാനി പോലെയൊക്കെ ഹൈ പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ അവിടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് പഠിക്കുന്നതെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും. പ്ലേസ്മെന്റ് ഒന്നും സപ്പോസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കമ്പനീസ് കണ്ടുപിടിച്ച് നല്ല കമ്പനീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ജോബ് അപ്ലൈ ചെയ്ത് അവർ ഇന്റർവ്യൂ വിളിച്ച് അങ്ങനെയൊക്കെ ജോലി കിട്ടണം. ഇനിയിപ്പോൾ നിങ്ങൾ സ്പോൺസർഷിപ്പോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതെങ്കിൽ 3 വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഓൾറെഡി ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് ഉണ്ടല്ലോ. സോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഷിപ്പിൽ ഓൺ ബോർഡ് ജോലിക്ക് കയറാൻ സാധിക്കും. ജോബ് സെക്യൂരിറ്റി കൂടുതലാണ് സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കുവാണെങ്കിൽ. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന്റെ കാര്യത്തിൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ കരിയർ സേഫ് ആക്കാൻ നോക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ടോപ്പ് പ്ലേസ്മെന്റ് കൊടുക്കുന്ന കോളേജസിലാണ് പഠിക്കുന്നതെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടുമോ, ജോലി ലഭിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ സാധിക്കും. അടുത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നവമിയുടെ ആണ്. നവമി ചോദിച്ചിട്ടുള്ളത് ഫീ സ്ട്രക്ചർ വെൻ ഗെറ്റ് അഡ്മിഷൻ ത്രൂ റാങ്ക് IMU CET. സോ IMU CET റാങ്ക് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് ഓരോ കോളേജിനനുസരിച്ചിട്ട് വാരി ചെയ്യും. IMU ക്യാമ്പസസ് ഗവൺമെന്റിലാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു വർഷത്തേക്ക് 2 to 3 lakhs ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ കോളേജിന് അനുസരിച്ചിട്ട് അതിൽ ഡിഫറൻസ് ഉണ്ടാകും. ഇനി അഫിലിയേറ്റഡ് പ്രൈവറ്റ് കോളേജസിലാണെങ്കിൽ ഒരു 3 to 5 lakhs per year വരാൻ സാധ്യതയുണ്ട്. IMU CET റാങ്ക് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് കോട്ട കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീസ് സ്ട്രക്ചർ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാൻ 321 ആണ്. എനിക്ക് തോന്നുന്നു ഈ മാൻ നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരം വരുന്ന ആളാണെന്ന് തോന്നുന്നു. ആള് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേത് ഡിഫറൻസ് ബിറ്റ്വീൻ DNS ആൻഡ് BSc നോട്ടിക്കൽ സയൻസ്. മാൻ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. BSc നോട്ടിക്കൽ സയൻസും അതുപോലെ DNSഉം തമ്മിലുള്ള കറക്റ്റ് കമ്പാരിസൺ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കൂടെ. പിന്നെ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് DNS സ്പോൺസർഷിപ്പ് ഗിവൺ കമ്പനി ലിസ്റ്റ്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ബെസ്റ്റ് കമ്പനീസ് എന്നുള്ളത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. DNSന് സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റിലയബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പ് ഷിപ്പിംഗ് കമ്പനീസിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. എല്ലാ കമ്പനീസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് പറഞ്ഞുതരാം. ആംഗ്ലോ ഈസ്റ്റേൺ, സിനർജി മെറൈറ്റൈം, ഫ്ലീറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, മേഴ്സ്ക് ലൈന്, MOL അതായത് മിറ്റ്സുയി, OSK ലൈൻസ്, NYK ലൈന്, സ്കോപ്പിയോ മെറൈൻ, V-ഷിപ്സ്, സമുദ്ര, ഇതൊക്കെ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ആണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. ഈ കമ്പനീസ് ഒക്കെ റെഗുലർ ആയിട്ട് സ്പോൺസർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂസും ഉണ്ടാകും. നിങ്ങൾ കമ്പനിയുടെ സ്പോൺസർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏജൻസിനെ ഒന്നും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ വഴിയൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കമ്പനീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഏജൻസിനൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അവരുടെ ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഫുള്ള് അബദ്ധങ്ങളായിരിക്കും പറ്റുന്നത്. സോ കമ്പനീസിന്റെ ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സെലക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കണം. കാരണം മോഡ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്
ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. സോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരിക്കണം. പിന്നെ ഫിസിക്സ്, മാത്സ് സബ്ജക്ട്സിലൊക്കെ നല്ല നോളേജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ കുറെ ആൾക്കാർക്കും അറിയുന്നതായിരിക്കും ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, പക്ഷെ കോൺഫിഡൻസ് ഇല്ലാതെ ബബ്ബയ്ക്ക് അടിച്ചു പോയിട്ട് അവർ ഇന്റർവ്യൂ മിസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ചെയ്യാതെ ഫുൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ തന്നെ ഈ ഒരു DNS കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് മെർച്ചന്റ് നേവി കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ജോബ് കയ്യിലായല്ലോ. ഇനി നിങ്ങൾ കോഴ്സ്, 1 വർഷത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പനീസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഏതെങ്കിലും കമ്പനീസ് ഒന്നും പോയിട്ട് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കരുത്. നല്ലോണം അന്വേഷിച്ചതിന് ശേഷം നല്ല കമ്പനി തന്നെ നോക്കിയിട്ട് സ്പോൺസർഷിപ്പ് കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കമ്പനി ചൂസ് ചെയ്യുന്നതും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത മാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ DNS ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. DNS ഇന്റർവ്യൂവിന് വരുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, അത് ചോദിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ. അപ്പൊ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് പറയാം. ആദ്യം തന്നെ നിങ്ങളടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് പറയാൻ പറയും. അതായത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചിട്ട് നീട്ടി വലിച്ചൊരു പാരഗ്രാഫ് ഒന്നും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ പാടില്ല. ഷോർട്ടായിട്ട് ആ പറയുന്നതും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു യു വാണ്ട് ടു ജോയിൻ മെർച്ചന്റ് നേവി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മെർച്ചന്റ് നേവി എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്? ചിലപ്പോൾ നിങ്ങൾക്ക് കടലിലൊരു ജോലി, കപ്പലിലൊരു ജോലി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫീൽഡാണെന്ന് തോന്നി. എന്താണോ നിങ്ങൾ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആസ് എ പേഴ്സൺ എന്തുകൊണ്ടാണ് ഈ ഒരു മെർച്ചന്റ് നേവി ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ പറയാം എന്താണെന്നുള്ളത്. പിന്നെ ചോദിക്കാൻ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ ഒരു DNS കോഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്? മറ്റുള്ള മെർച്ചന്റ് നേവി കോഴ്സസ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സിനെ പെർട്ടിക്കുലർലി ചൂസ് ചെയ്തത്? അത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് DNS ഇഷ്ടം? അധികം ആൾക്കാർക്കും ചിലപ്പം 1 ഇയർ കൊണ്ട് ഷിപ്പിൽ നല്ലൊരു ജോലി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ആയിരിക്കും റീസൺ. അപ്പൊ എന്താണോ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു ഉത്തരമായിട്ട് പറയാവുന്നതാണ്. ഇനി കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറയല്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. പക്ഷേ ആ ഒരു ആൻസർ എന്താ പറയുക, ഹോണസ്റ്റിന്റെ കൂടെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് ഉറക്കമായിരിക്കും. ഉറക്കം നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ സത്യസന്ധതയോടെ ഉറക്കം എൻ്റെ വീക്ക്നെസ് ആണെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധതയോടെ തന്നെയാണ് പറഞ്ഞത് ഉറക്കമാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന്. പക്ഷേ ഈ ഒരു ജോലിയിൽ ഉറക്കം നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അവിടെ റിജക്ഷൻ ആവും. കാരണം ഉറക്കമൊക്കെ ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു മെർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അവിടെ ഉറക്കം നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ജോലിക്ക് എടുക്കുമോ? സോ അതാണ് പറഞ്ഞത്, ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാം. പക്ഷെ അത് ആ ഒരു സ്ഥലത്ത് പറയാൻ പറ്റുന്ന ആൻസർ ആണോ നോക്കിയിട്ട് സ്മാർട്ട് ആയിട്ടുള്ള ആൻസർ കൂടി പറയണം. പിന്നെ ചോദിക്കും, നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ 9 മാസത്തെ കോൺട്രാക്റ്റ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ 9 മാസത്തെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടൈം തന്നെ കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റണമെന്നൊന്നുമില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയി കഴിഞ്ഞാലും 9 മാസത്തെ കോൺട്രാക്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 11 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരാൻ പറ്റാറ്, സൈൻ ഓഫിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങളടുത്ത് ചോദിക്കും, ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ അല്ലാതെ താമസിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പറയാം അങ്ങനെ ഓക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മെർച്ചന്റ് നേവി ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ 100% കമ്മിറ്റ്മെന്റ് കാണിക്കും. സോ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. പിന്നെ ബേസിക് ആയിട്ടുള്ള മാത്സ്, ഫിസിക്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചോദിക്കും. സിമ്പിൾ ആയിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിലബസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ടൈപ്സ് ഷിപ്പ് ഉണ്ട്, അതുപോലെ റാങ്ക്സ് എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല അറിവ് ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത് എന്ന് കരുതിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ആരും കരുതരുത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്.
ശ്രദ്ധിക്കണം, കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇത് മാത്രം പഠിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കരുത്. പിന്നെ ഈ ആൻസറൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഫുൾ കോൺഫിഡൻസോട് കൂടി ആയിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. കുറച്ച് ഇന്റർവ്യൂവിന് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് കണ്ടു നോക്കണേ. ഇനി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. കാരണം ഇന്റർവ്യൂ നടക്കുന്നതിന്റെ മോഡ് ഇംഗ്ലീഷ് ആയിരിക്കും. സോ ഇംഗ്ലീഷിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ക ഓക്കെ ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫുൾ ഓഫ് കോൺഫിഡൻസ് കൂടിയാണ്. അതായത് എനിക്കിത് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷൻ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പോകരുത്. ഫുൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് വേണം ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഐ കോണ്ടാക്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പം ഇന്റർവ്യൂ ഒരാൾ നിങ്ങളെ നോക്കിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കി അല്ലെങ്കിൽ താഴെ നോക്കി മുകളിൽ നോക്കി സൈഡിലോട്ട് നോക്കി അങ്ങനെയൊന്നും ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല. അവരുടെ ഫേസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ല എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കണം. അവരെ കുറച്ച് റൂൾസ് ഒക്കെ പറയുന്നുണ്ടാവും. എനിക്കൊന്നും താടി അതൊന്നും പറ്റില്ലെന്ന് തോന്നും. പിന്നെ പ്രോപ്പറായിട്ട് വെൽ അയൺ ചെയ്തിട്ടുള്ള നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പുറത്തൊന്നും കറങ്ങി നടക്കുന്ന കോലത്തിലൊന്നും പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നീറ്റ് ഡ്രസ്സിങ് ആയിരിക്കും. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, ഈ ഒരു DNSന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, അതിന്റെ കൂടെ എന്തുകൂടി വേണം, കോൺഫിഡൻസും കൂടി ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഐ ആം മെസ്സി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. സ്പോൺസർഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ആൾ ചോദിച്ചിട്ടുള്ളത്. സോ സ്പോൺസർഷിപ്പ് എക്സാം മെയിനായിട്ട് 2 രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഇപ്പം ആംഗ്ലോ ഈസ്റ്റേണോ അല്ലെങ്കിൽ സിനർജി മാരിടൈം പോലെയുള്ള ഷിപ്പിംഗ് കമ്പനീസിൻ്റെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ സെക്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ടാകും. ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കമ്പനീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ മാത്രം ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ DNSന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. കറക്റ്റ് വേയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് രഞ്ജിത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്, BSc നോട്ടിക്കൽ സയൻസ് സ്പോൺസർഷിപ്പ് മസ്റ്റ് ആണോ പ്ലേസ്മെന്റ് ഉള്ള കോളേജ് കിട്ടിയാലും? ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിലേന്ന് എങ്ങാനും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു ഇത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ രഞ്ജിത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു Q&A വന്നിട്ടുള്ളത്. സോ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നു മെയിനായിട്ട് സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. എങ്ങനെയാണ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്, ഇന്ന കോഴ്സിന് കമ്പൽസറി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് നമ്മുടെ ഒരു സ്പോൺസർഷിപ്പ് Q&A വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലാന്നെങ്കിൽ Instagram ID മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ട്, ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ അതിനെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇപ്പം കമന്റ് ചെയ്ത് ചോദിച്ചവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. അതുപോലെ ഈ ഒരു ഡൗട്ട്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിൽ ഡൗട്ട് ആയിട്ടുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ഇതുപോലെ മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്സിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.